ഇന്ത്യൻ മുൻ ക്രിക്കറ്റ് താരവും ലോകകപ്പ് ജേതാവുമായ എസ് ശ്രീശാന്തിനെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ 3 വർഷത്തേക്ക് വിലക്കി. കെസിഎയെ വിമർശിച്ചതിനാണ് നടപടി. സഞ്ജുവിനെ പിന്തുണച്ച് വസ്തുതാവിരുദ്ധമായ പ്രസ്താവന ശ്രീശാന്ത് നടത്തിയെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പറഞ്ഞിരുന്നു. സഞ്ജുവിന്റെ പിതാവ് സാംസൺ വിശ്വനാഥിനെതിരെയും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കേസ് കൊടുക്കും. ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസണെ ഉൾപ്പെടുത്താതിരുന്നതും വിജയഹസാരെ ടീമിൽ നിന്ന് സഞ്ജുവിനെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒഴിവാക്കിയതും അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞായിരുന്നു ശ്രീശാന്തിന്റെ വിമർശനം. സഞ്ജു രാജ്യാന്തര താരമാണെന്നും മികച്ച പിന്തുണ നൽകാൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തയ്യാറാകണമെന്നും ശ്രീശാന്ത് പറഞ്ഞിരുന്നു. കെസിഐയുടെ പിന്തുണ സഞ്ജുവിന് ലഭിക്കുന്നില്ലെന്നും ശ്രീശാന്ത് വിമർശനം ഉന്നയിച്ചു. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് ശ്രീശാന്ത് പറയുന്നതെന്ന് കെസിഐ തിരിച്ചടിച്ചു. ഇക്കാര്യത്തിൽ ശ്രീശാന്തിനോട് കെസിഐ വിശദീകരണം ചോദിച്ചെങ്കിലും ശ്രീശാന്ത് നൽകിയില്ല. ഇതിന് പിന്നാലെയാണ് ജനറൽ ബോഡി യോഗം ചേർന്ന് 3 വർഷത്തേക്ക് ശ്രീശാന്തിനെ വിലക്കാനുള്ള തീരുമാനം കെസിഎ സ്വീകരിച്ചത്. കേരള ക്രിക്കറ്റ് ലീഗ് ഫ്രാഞ്ചൈസി ടീമായ കൊല്ലം ഏരീസിന്റെ സഹ ഉടമയാണ് ശ്രീശാന്ത്. വിലക്ക് വരും വർഷങ്ങളിൽ ഫ്രാഞ്ചൈസിയുമായുള്ള സഹകരണത്തിലും ബാധകമായേക്കും. അതേസമയം വിലക്കിനെ കുറിച്ച് അറിയില്ല എന്നാണ് ശ്രീശാന്തിന്റെ പ്രതികരണം. സഞ്ജുവിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തു. അസോസിയേഷന്റെ എതിരെയല്ല ഞാൻ പറഞ്ഞത്. അസോസിയേഷനിൽ ഇരിക്കുന്ന ആളുകൾ ക്രിക്കറ്റ് കളിച്ചവരോട് ആയിരുന്നെങ്കിൽ നല്ല ലെവലിൽ ക്രിക്കറ്റ് കളിച്ചവര് ടിനുചേട്ടനൊക്കെ എപ്പോഴും കുറെ നാളായി. എനിക്ക് തോന്നുന്നു ടിനുചേട്ടനെ പോലുള്ള ആളുകൾ അസോസിയേഷനിൽ വന്നാൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് മാത്രമാണ് പറഞ്ഞത്. കേരള ക്രിക്കറ്റ് അസോസിയേഷനെതിരെ ആരോപണം ഉന്നയിച്ച സഞ്ജുവിന്റെ പിതാവിനെതിരെ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കാനും കെസിഎ തീരുമാനിച്ചിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.